ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ മൈനയ്ക്കൊരു കത്ത് എന്നുള്ള പാഠഭാഗവും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമാണ് കേട്ടോ ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മലയാളത്തിൻ്റെ എല്ലാ വീഡിയോസും STD3 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് ലഭിക്കുന്നതാണ്. അതല്ല ഇനി എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് വേണമെങ്കിൽ STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ അതിലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. മൈനയ്ക്കൊരു കത്ത്. നോക്കിക്കേ, കത്ത് എഴുതുമ്പോൾ ആദ്യം എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ആദ്യം സ്ഥലവും തീയതിയും എഴുതണം അല്ലേ. കാക്കത്തോട് 1/6/2024 തീയതി. പ്രിയപ്പെട്ട മൈനയ്ക്ക്. മൈന എന്ന് പറയുന്നത് കിളിയല്ല, ഇവിടെ ഒരു കുട്ടിയുടെ പേരാണ് കേട്ടോ മൈന. പ്രിയപ്പെട്ട മൈനയ്ക്ക്, നിനക്കെന്നെ അറിയില്ലേ? ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ. അച്ഛൻ നിനക്ക് വാങ്ങിത്തന്ന ബിസ്ക്കറ്റിന്റെ കവറാണ് ഞാൻ. ബിസ്ക്കറ്റ് തിന്നു കഴിഞ്ഞ് നീ എന്നെ പുറത്തേക്ക് ഇറങ്ങില്ലേ? കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത്. പക്ഷേ ഞാൻ ചെന്നു വീണത് റെയിൽ പാളത്തിനരികിലുള്ള ഒരു തോട്ടിലാണ്. വെള്ളത്തിൽ ഞാൻ കുറേ ദൂരം രസിച്ചു നീന്തി. അതിനിടയ്ക്ക് തോട്ടിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി. ഒറ്റപ്പെട്ടു പോയ എന്നെ മുളങ്കമ്പ് തൊട്ടു തലോടി. അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി. നീ എനിക്കകത്ത് ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുഞ്ഞിപ്പരലിന് കൊടുത്തു. അത് തിന്നു കഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു. മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ്? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും എന്നെപ്പോലെയുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ. ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ. അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും. നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല, പരൽമീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ട് സങ്കടത്തിലായി. ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ. നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ. നിനക്ക് നന്മകൾ നേരുന്നു. സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ. അപ്പം എന്താ മക്കളെ പാഠത്തിൽ പറയുന്നത്? പ്ലാസ്റ്റിക്കുകൾ പുറത്തേക്ക് വലിച്ചെറിയുന്നത് കൊണ്ട് പ്രകൃതിക്കും പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് അല്ലേ. അതിൻ്റെ ചെറിയൊരു ഉദാഹരണമായി, അതായത് തോട്ടിലെത്തുന്ന പ്ലാസ്റ്റിക് കവർ വിഴുങ്ങിയിട്ട് അല്ലെങ്കിൽ അതിൽ പെട്ടിട്ട് മത്സ്യങ്ങൾ ചത്തുപോകുന്നു എന്നുള്ള ചെറിയൊരു സന്ദേശമാണ്, ചെറുതല്ല വലിയൊരു സന്ദേശമാണ് നമുക്ക് ഈ പാഠഭാഗം നൽകുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. ബിസ്ക്കറ്റ് കവറിനും പരൽമീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരിക? മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ. കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഒരു ബോർഡർ വരയ്ക്കുക. നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇതുപോലെ ഒരു ബോർഡർ വരയ്ക്കുക. എന്നിട്ട് സ്ഥലവും തീയതിയും എഴുതുക. മറക്കരുത്, മസ്റ്റാണ്, നിർബന്ധമാണ്. സ്ഥലം തീയതി ഏതാണെന്ന് എഴുതുക. എന്നിട്ട് കത്തെഴുതി തുടങ്ങാം. പ്രിയപ്പെട്ട അമ്മുവിന്, നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. നിനക്കെന്നെ ഓർമ്മയില്ലേ? ഞാനാണ് നിന്റെ കിട്ടുവാട്. എനിക്ക് 2 ദിവസമായി ഒട്ടും വയ്യ. ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ദഹനത്തിൻ്റെ കുറവാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നീ കഴിച്ച മിഠായിയുടെ കവർ വേസ്റ്റ് ബക്കറ്റിൽ ഇടാതെ നിലത്തിട്ടിരുന്നില്ലേ? പുല്ല് കഴിക്കുന്നതിനോടൊപ്പം ഞാൻ അറിയാതെ അതും കഴിച്ചു. അപ്പോൾ തുടങ്ങിയ വയറുവേദന ആയിരുന്നു. ഏതായാലും ഇപ്പോൾ മരുന്ന് കഴിച്ച ശേഷം ചെറിയ ഒരാശ്വാസമുണ്ട്. എൻ്റെ അമ്മുക്കുട്ടി, ഇനി ഒരിക്കലും പ്ലാസ്റ്റിക് കവറുകൾ മുറ്റത്തോ തൊടിയിലോ കളയരുതേ. അത് ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് ബക്കറ്റിൽ മാത്രമേ കളയാവൂ. അവരത് മറ്റെന്തെങ്കിലും ഉപകാരമുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ജീവികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. താമസിയാതെ മനുഷ്യർക്കും അത് വലിയ അപകടങ്ങൾ വരുത്തും. അതുകൊണ്ട് അമ്മുക്കുട്ടി ഇനി മിഠായികളും മറ്റും അലക്ഷ്യമായി വലിച്ചെറിയരുതേ. സ്നേഹത്തോടെ കിട്ടുവാട്. ഇനി ഇതിലെ 2ാമത്തെ ചോദ്യം നോക്കൂ. പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കുന്നുണ്ട് മക്കളെ? പ്ലാസ്റ്റിക്കുകളും കുപ്പിച്ചില്ലുകളും പേപ്പറുകളും തുണിത്തരങ്ങളും ലോഹഭാഗങ്ങളൊക്കെയാണ് ഇവർ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇനി 3ാമത്തെ ചോദ്യം നോക്കൂ. ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ. അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ ഒരു ചോദ്യാവലിയാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം? ചോദ്യം 1. നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എവിടെയാണ് സംസ്കരിക്കുന്നത്? ചോദ്യം 2. നിങ്ങൾ മാലിന്യങ്ങളെ എങ്ങനെയാണ് വേർതിരിച്ച് കൈകാര്യം ചെയ്യുന്നത്? ചോദ്യം 3. എന്തൊക്കെ തരം മാലിന്യങ്ങളാണ് ശേഖരിക്കാറുള്ളത്? ചോദ്യം 4. കുറഞ്ഞ വേതനത്തിലും ഈ തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ചോദ്യം 5. ജനങ്ങൾ നിങ്ങളോട് പൂർണ്ണമായും സഹകരിക്കാറുണ്ടോ? ചോദ്യം 6. ശേഖരണ സമയത്ത് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ചോദ്യം 7. ഏത് തരം മാലിന്യമാണ് കൂടുതലായും ലഭിക്കാറ്? ചോദ്യം 8. നിങ്ങളുടെ മാലിന്യ സംസ്കരണ രീതി പ്രകൃതിക്ക് ദോഷകരമാണോ? ചോദ്യം 9. പുനരുപയോഗ സാധ്യതയുള്ളവ എന്താണ് ചെയ്യുന്നത്? ചോദ്യം 10.
പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റും ദുരുപയോഗത്തെക്കുറിച്ചും സമൂഹത്തിന് വേണ്ട മാറ്റത്തെക്കുറിച്ചും പുതിയ തലമുറ എന്ന നിലയ്ക്ക് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഇത്രയും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇതിലും പുറമേ ചോദ്യങ്ങൾ ചോദിക്കാം, അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് മൈനയ്ക്ക് ഒരു കത്ത് എന്നുള്ള പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. എങ്കിൽ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്